അല്ല, തീർച്ചയായിട്ടും രണ്ടും മൂന്നും സ്ഥാനക്കാർ UDF-ഉം BJP ആയിരിക്കാം. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് MLA VK പ്രശാന്ത് ഉഷാറായ പ്രചരണത്തിലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഈ അപരന്മാരെ നിർത്തി തോപ്പിക്കുക എന്നതൊന്നും സാധാരണഗതിയിൽ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു K പ്രശാന്ത് മത്സരിക്കുകയാണ് വട്ടിയൂർക്കാവിൽ. അതെ, അതൊന്നും ബാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിലും ഇപ്പോൾ നഗരത്തിലെ മേയറായിരുന്ന ആളെന്ന നിലയിലും ഞങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ VK പ്രശാന്ത് ആണെന്നും അരിവാൾ ചുറ്റിയ നക്ഷത്രമാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരെ നിർത്തുന്നവർ അത് അവരുടെ ആഗ്രഹം സഫലമാകാൻ വഴിയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിലൊക്കെ കുറച്ചുകൂടി ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല. ഞങ്ങൾ വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എത്ര അപരന്മാർ വന്നാലും അതിനെയൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആരായിരിക്കും പിന്നിൽ? അല്ല, തീർച്ചയായിട്ടും രണ്ടും മൂന്നും സ്ഥാനക്കാർ UDF-ഉം BJP ആയിരിക്കാം. അങ്ങനെ അപരനെ നിർത്തിയൊന്നും തോപ്പിക്കാൻ പറ്റില്ല. ഇല്ല, അപരനെ നിർത്തിയൊന്നും ഒരു കാരണവശാലും തോപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് നിരവധി ഭവനങ്ങളിൽ ഞങ്ങൾ സന്ദർശനം നടത്തി. എല്ലായിടത്തും വളരെ പോസിറ്റീവാണ്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ MLA എന്ന നിലയിലുള്ള എന്തെങ്കിലും ഇടപെടൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വോട്ടായിട്ട് മാറും. അപ്പോൾ അത് UDF-ൻ്റെയും BJP-യുടെയും വോട്ടുകൾ സമാഹരിക്കുന്ന നിലയിലേക്കായിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് വർദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. കാരണം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം കൈകാര്യം ചെയ്തത്. അതിൻ്റെ ഗുണഫലം തീർച്ചയായും ഞങ്ങൾക്കുണ്ടാവും. അവരുടെ പാർട്ടികളിൽ നിന്നുള്ള ഉറച്ച വോട്ടുകളടക്കം ഞങ്ങളിലേക്ക് വരും. K മുരളീധരൻ എന്ന UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ വട്ടിയൂർക്കാവിനൊരു മന്ത്രിയെ കിട്ടുമെന്നാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹം ചുമതല വഹിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കാര്യങ്ങൾ പോയല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? നമുക്കറിഞ്ഞൂടെ. അദ്ദേഹം പോലും BJP-ക്ക് എങ്ങനെ അംഗബലം കൂട്ടാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സ്വന്തം ഒരു രാജ്യസഭാ സീറ്റടക്കം ഉപേക്ഷിച്ച് BJP-ക്ക് കൊടുത്ത ആളാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അവർ വരുമ്പോൾ ഉള്ള കാര്യം അദ്ദേഹം ചിന്തിച്ചാൽ പോരെ. ഇപ്പോൾ അവർ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പ്രയാസപ്പെടേണ്ട കാര്യമില്ല. മന്ത്രിമാരെയൊക്കെ LDF തീരുമാനിക്കും. അതാണ് 3.0 LDF ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ്. അപ്പോൾ അപരനെ നിർത്തിയാലൊന്നും അങ്ങനെ, പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. അവിടെ ഒരു അപരനെ ആൾ മാറിപ്പോയി വോട്ട് കുത്തുന്ന സ്ഥിതിവിശേഷമൊന്നും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം കൂടി VK പ്രശാന്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. അപരനായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത K പ്രശാന്തിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ സംസാരിച്ചപ്പോൾ ഇന്ന് കാണാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പിന്നീട് കാണാം എന്ന മറുപടിയാണ് നൽകിയത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.